ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമങ്കല് അഥവാ പിഗ്മെൻറ്റേഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും വലിയ സങ്കടമാണ്. നമ്മുടെ മുഖത്തുണ്ടായാലും എൻ്റെ മുഖത്ത് നിറയെ ഉണ്ടായി, മൂക്കയിലും കവിളിൻ്റെ രണ്ട് സൈഡിലും ഉണ്ടായി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മാറ്റിയെടുത്തതെന്നുള്ള എൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ് കേട്ടോ. അത് നല്ല രീതിയിൽ അത് വ്യത്യാസം വരും. നമ്മൾ ഈ ഒരു പായ്ക്ക് കുറച്ച് നാളത്തേക്ക് പുരട്ടി കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പായ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പുരട്ടിയിട്ട് ആ കരിമങ്കല് നല്ല രീതിയിൽ മാറിയത് കണ്ടിട്ടാണ് ഞാനത് ട്രൈ ചെയ്തത്. പക്ഷേ നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ മുഖത്തെ ഭയങ്കര ഡാർക്കായിട്ടായിരുന്നു ഇരുന്നത്. അതെല്ലാം നല്ല രീതിയിൽ കുറഞ്ഞു. ഞാൻ കുറേ നാളത് യൂസ് ചെയ്തതിൻ്റെ എത്ര കാലയളവിൽ യൂസ് ചെയ്യണമെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ സൺസ്ക്രീമൊക്കെ പുരട്ടി പുറത്ത് പോകുക, വെയിലത്തേക്കൊക്കെ ഇറങ്ങി, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പിന്നെ വീട്ടിലിരിക്കുന്നവർക്കൊക്കെ ഒത്തിരി പൈസ മുടക്കിയൊന്നും ഇതേപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം ഉണ്ടായിരിക്കും നമുക്ക് ഈ കരിമങ്കല് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കണമെന്ന്. അപ്പോൾ അതിനെല്ലാവരും പ്രതിവിധിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് നല്ല വ്യത്യാസം വരും. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് തന്നെ ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഒരു പ്രയോജനം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാലയളവ് കണ്ടിന്യൂസ് എല്ലാ ദിവസവും പുരട്ടണം കേട്ടോ. അപ്പോൾ അധികം ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ വീട്ടിൽ ഉള്ളതും ഏകദേശമൊക്കെ കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. അതേപോലെ കുറച്ച് സാധനങ്ങൾ നമുക്ക് വലിയ പൈസ കൊടുക്കാതെ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് മിക്സ് ചെയ്ത് പായ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിതേപോലെ ഒരു ഗ്ലാസിൻ്റെ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോ സാധനങ്ങളായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് ഞാൻ മുൾട്ടാണി മിട്ടി എടുക്കുന്നത് നമ്മുടെ എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. രണ്ടാമത് രക്തചന്ദനമാണ്. അത് നമ്മുടെ എല്ലാ ഷോപ്പുകളിലും അവൈലബിളാണ്. പിന്നെ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്നൊരു സംഭവമാണ് തൈര്. നല്ല പുളിച്ച തൈര് ഞാൻ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരിപ്പൊടിയാണ് വേണ്ടി. ഇതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടൊരു ഘടകം. അപ്പോൾ ഈ അരിപ്പൊടി ഞാൻ നല്ല പച്ചരി പൊടിച്ച് അതിൻ്റെ തരിയെല്ലാം കളഞ്ഞ് നൈസായിട്ട് എടുത്തിട്ടുള്ള ഒരു ഒട്ടും തരിയില്ല കേട്ടോ. അപ്പോൾ അതുപോലെ നൈസായിട്ടുള്ള പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മളെല്ലാം മിക്സും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് തൈര് ഒരുപാട് ഞാൻ ഒഴിക്കുന്നില്ല, 2 സ്പൂണ് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. അതിൻ്റെ അകത്തേക്ക് ഒരു ഇച്ചിരിയും കൂടെ പേസ്റ്റ് രൂപത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റോസ് വാട്ടർ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റോസ് വാട്ടറും കൂടെ ഒഴിച്ച് ഇതേപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ നല്ല ഫൈനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്ര ഒരു ലൂസ് വേണം കേട്ടോ. നമുക്ക് കുറച്ച് നേരം ഇത് പുരട്ടി വെയിറ്റ് ചെയ്യേണ്ടതാണ്. നമുക്കൊരു 20 മിനിറ്റെങ്കിലും ഇത് പുരട്ടിയിരിക്കണം. എന്നാലും നമ്മുടെ സ്കിന്നിലേക്ക് ഇതൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് നമ്മൾ ഒത്തിരി ലൂസാക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്കിത് നമ്മളുടെ കറുത്ത പാടൊക്കെയുള്ള ആ ഏരിയയിൽ നമുക്ക് ഇച്ചിരി നല്ല രീതിയിലൊന്ന് പുരട്ടി കൊടുക്കാം. ഇതേപോലെ നല്ല വൃത്തിയായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. ഞാൻ സ്പൂണൊക്കെ മാറ്റി വെച്ച് കേട്ടോ. കൈ കൊണ്ട് പുരട്ടുന്ന കുറച്ചും കൂടെ ഈസി ആയതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് പുരട്ടുവാണ്. അപ്പോൾ ഇതേപോലെ നമ്മളുടെ ഫേസ് നിറച്ച് നല്ല തിക്കായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുക. 1 മാസം മുതൽ ഒരു 3 മാസം വരെ നമ്മൾ കണ്ടിന്യൂസ് ഇതിന് വേണ്ടിയിട്ട് മെനക്കെടണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. 1 ദിവസം 2 ദിവസം കൊണ്ടൊന്നും ചെയ്താൽ നമുക്കതിൻ്റെ ഫലം കിട്ടുകയില്ല. കണ്ടിന്യൂസ് നമ്മുടെ ഈ കറുത്ത പാട് പോകണമല്ലോ എന്നുള്ള വിചാരത്താൽ കണ്ടിന്യൂസ് നമുക്ക് പുരട്ടണം. എന്നാൽ കൃത്യമായിട്ട് ഇത് മാറും കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ഫുള്ളൊന്ന് ഇച്ചിരിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരു 1/4 ഭാഗം ഒന്ന് ഉണങ്ങി കിട്ടണം കേട്ടോ. ഫുള്ള് നമ്മൾ ഒത്തിരി ഡ്രൈ ആവണ്ട. അപ്പോൾ ഏകദേശം 1/4 ഭാഗം ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞാനിതുണ്ടായി റോസ് വാട്ടർ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം മുഖത്ത്. ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന റോസ് വാട്ടർ അല്ല നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ കോട്ടനെ മുക്കിയിട്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടൊരു തൊട്ട് പുരട്ടി നമ്മുടെ ഇതൊന്ന് കുതിർത്തെടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്തപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇതിങ്ങനെ ഒന്ന് നനഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ നനവോട് കൂടി തന്നെ നമുക്കിന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി കൈ അമർത്തുകയും ചെയ്ത് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഒന്നും ആവരുത്. അപ്പം മുകളിലേക്ക് മാത്രം നമ്മളൊന്ന് മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. താഴേക്ക് മസാജ് ചെയ്യണ്ട. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു 10 മിനിറ്റോളം ചെറുതായിട്ട് ഒത്തിരി നമ്മൾ അമർത്തിയൊന്നും അല്ലാത്ത രീതിയിൽ സോഫ്റ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്തപോലെ തന്നെ നമ്മുടെ കഴുത്തിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിത് വാഷ് ചെയ്ത് വെച്ച് വരാം. അപ്പോൾ ഞാനിത് വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രം വ്യത്യാസമാണെന്ന്.
നമ്മൾ അമർത്തി നമ്മൾ തുടയ്ക്കുകയും ചെയ്ത് ഇതേപോലെ നമുക്ക് വെള്ളം ഒന്ന് ഒപ്പിയെടുക്കുകയോ ചെയ്യാവുള്ളൂ. ഇപ്പോൾ നോക്കി നമ്മുടെ സ്കിന്നിന് എന്ത് മാത്രം ബ്രൈറ്റനിങ് ആയിട്ടുണ്ടോ നോക്കിക്കേ. അപ്പോൾ കൂട്ടുകാരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.